മാനസരസിനി വന്ദനം. കൂട്ടുകാരെ, എന്റെ കൊച്ചു പാട്ടിന്റെ പേരെന്താണെന്നറിയണ്ടേ? നെയ്യപ്പക്കൊതി. എല്ലാവർക്കും നെയ്യപ്പം ഇഷ്ടമില്ലേ? ഇവിടെ ആർക്കാണ് നെയ്യപ്പം ഇഷ്ടമില്ലാത്തത്? അപ്പൂപ്പനും അമ്മൂമ്മയും നെയ്യപ്പത്തിന് വേണ്ടി വഴക്കൂടിയപ്പോ എന്താ സംഭവിച്ചെന്ന് കേട്ട് നോക്കിയാലോ. കൊച്ചു പൂലക്കേറിയപ്പൂപ്പൻ പിച്ചക്കാരനൊരപ്പൂപ്പൻ പിച്ചയ്ക്കെന്നാൽ പോയപ്പോൾ പച്ചരികിട്ടേരുനാളി പച്ചരിയു കണ്ടപ്പൂപ്പൻ കൊച്ചു പൂലക്കേറി ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി. അപ്പം ചുടുവാൻ കൊതി തോന്നി. അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി. അപ്പം ചുടുവാൻ കൊതി തോന്നി. പച്ചരി ഗീതം കൊത്തിയിട്ട് ശർക്കര ചേർത്തു കലക്കിയിട്ട് ചൂടു പറക്കും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. ചൂടു പറക്കും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. വായിൽ വെള്ളം നിറഞ്ഞിട്ട് ഉള്ളിലൊരത്തമിരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കൈയെടുത്തു രണ്ടപ്പം. ഇത് കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് അരിശം മൂത്തു പെട്ടെന്ന്. ആൾ പറഞ്ഞു മൂപ്പിനി കയ്യിലെടുക്കാൻ രണ്ടപ്പം. ആൾ പറഞ്ഞു മൂപ്പിനി കയ്യിലെടുക്കാൻ രണ്ടപ്പം. അപ്പടി കള്ളിയിരിക്കട്ടെ ഇക്കൊരു മാറ്റിയിരിക്കട്ടെ. അമ്പടി പോതി കൊതിയെത്തി ഉമ്മ ഉലക്കിത്തുള്ളാതെ. അമ്പടി പോതി കൊതിയെത്തി ഉമ്മ ഉലക്കിത്തുള്ളാതെ. എനിക്ക് വേണം രണ്ടപ്പം വിളിച്ചു കൂവി അപ്പൂപ്പൻ. ചീപ്പുക ഏറ്റത് ഞാനല്ലേ, അപ്പം ചുട്ടത് ഞാനല്ലേ. എനിക്ക് വേണം രണ്ടപ്പം വാശി പിടിച്ചു അമ്മൂമ്മ. അപ്പൂപ്പന് എഴുത്തൊഴി കിട്ടി, അമ്മൂമ്മയ്ക്കോ കടി കിട്ടി. അപ്പൂപ്പന് എഴുത്തൊഴി കിട്ടി, അമ്മൂമ്മയ്ക്കോ കടി കിട്ടി. നല്ലൊരു പോംവഴി കണ്ടെത്തി കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ. ഇത്തിരി നേരം രണ്ടാൾക്കും കുത്തിയിരിക്കാൻ മിണ്ടാതെ. ആദ്യം മിണ്ടി അലച്ചപ്പം മറ്റേയാൾക്കോ രണ്ടപ്പം. ആദ്യം മിണ്ടി അലച്ചപ്പം മറ്റേയാൾക്കോ രണ്ടപ്പം. അപ്പം പെട്ടിയിലാക്കിയിട്ട് അമ്മയെ മുറിയിൽ വെച്ചിട്ട് ഇച്ചു പഠിക്കാൻ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ. കൂവി കൂവി ഉറങ്ങിയിട്ടും സൂര്യൻ ചാഞ്ഞു മറിഞ്ഞിട്ട് ഇരുവരും ഒന്നും മിണ്ടിയില്ല. മിണ്ടിയ പുലിവാലാക്കി.